പിടിപാടുള്ളവർ ഏത് രീതിക്ക് വേണേലും മണ്ണടിയിലും അടൂരിലും CPM പ്രവർത്തകർ അവൾക്ക് പിന്നിലുണ്ട്. ഞാൻ അവളുടെ അയൽവാസിയാണ് കുട്ടി. പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. സ്വന്തം അച്ഛനെ നോക്കാത്തവളാണ് ഇവൾ. ഇവൾ ആരാന്നും എന്താണെന്നും ഞങ്ങൾ മണ്ണടിക്കാർക്കറിയാം. ബട്ട് കുറെ പാർട്ടിക്കാരെ പേടിച്ച് മിണ്ടുന്നില്ല എന്ന് മാത്രം. അത് റിസൈൻ ചെയ്യുവാന്ന് പറഞ്ഞപ്പോൾ നീ മണ്ണ് തിന്ന് ചാവുമോ എന്നൊക്കെ പറഞ്ഞ് ഭർത്താവ്. ഞാൻ ഇന്നലെയും മെനങ്ങാന്നൊക്കെ ആയിട്ട് നമ്മുടെ ഒലിവിയ ഡിസൈൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ എന്താ പറയുക, പുള്ളിക്കാരി ഇന്നലെ ഒരു 1:20 അങ്ങാണ്ട് ടൈം 1 മണിക്കൂറും 20 മിനിറ്റും അങ്ങാണ്ടുള്ള ഒരു വീഡിയോ പുള്ളിക്കാരി ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പുള്ളിക്കാരി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊരു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. പുള്ളിക്കാരി അതിനകത്തിൽ പറയുന്നൊരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരി ഇന്നലെ ആ വീഡിയോ ഇടാൻ താമസിച്ചത് പുള്ളിക്കാരീനെ വെച്ച് കാശുണ്ടാക്കി തിന്നുന്നവൻ തിന്നട്ടെ എന്ന് വെച്ചിട്ടാണെന്ന്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഇട്ടിട്ട് 2019 അങ്ങോട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടതാണ്. അതിനുശേഷം അതിൻ്റെ അത് കയറി നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഞാൻ അധികം അതിൻ്റെ വീഡിയോസോ അല്ലെങ്കിൽ വ്ളോഗ് റിലേറ്റഡോ അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ഇട്ട് ഉണ്ടാക്കി കാശ് മേടിക്കുന്ന ഒരു സാധനങ്ങളും എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഞാൻ അതിൻ്റെ അതിൽ എനിക്കൊന്നൊരു വലിയ ലെങ്ത് വീഡിയോ ചെയ്തിരിക്കുന്ന ഒരു മീഷോ ആപ്പിനെ കുറിച്ച് മാത്രമാണ്. അല്ലാണ്ട് ഞാൻ അധികം വീഡിയോസും കാര്യങ്ങളൊന്നും അതിൻ്റെ അത് ചെയ്തിട്ടിട്ടില്ല. ഇനി ഫേസ്ബുക്കിൽ വന്നാലും ഫേസ്ബുക്കിൽ നോക്കിക്കഴിഞ്ഞാലും സെയിം സാധനം എൻ്റെ റീൽസുകളാണ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ആ റീൽസുകളിലെങ്ങും ഞാൻ ആരെയും കുറ്റം പറയുന്നയോ അല്ലെങ്കിൽ ആരെയും വിറ്റ് കാശുണ്ടാക്കുന്നയോ ഒരു സാധനങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഈ ഒരു സാധനം ഞാൻ പറയാനുണ്ടായ കാര്യം ഇത് ജെന്യുവൻ ആണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ അനിയത്തിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഓക്കെ, അത് 10 പേർ അറിയട്ടെ, അങ്ങനെയെങ്കിലും കുട്ടികൾ പോകാതിരിക്കട്ടെ, പെൺകുട്ടികൾ പോകാതിരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴാണ് കുറേ പേര് എനിക്ക് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ മെസ്സേജ് അയച്ച, ചേച്ചി ഇതുപോലെ ഇങ്ങനെ ഒരു കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പെൺകുട്ടികൾക്കൊന്നും അവിടെ അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ താല്പര്യമില്ല. കാരണം എന്താ പറയുക, ഇവരുടെ പിടിപാട് അല്ലെങ്കിൽ ഇവർ മുന്നേ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് ഇവർക്ക് ഈ പറയുന്ന പെൺകുട്ടികളെ ആര് വന്ന് പറഞ്ഞാലും പറയും ചേച്ചി എൻ്റെ പേര് പറയില്ല. അപ്പം ഞാൻ ചിന്തിക്കുന്നത് അവർ പേടിച്ചല്ലേ, അപ്പം അല്ലെങ്കിൽ അവർ ഫാമിലിയായിട്ട് സെറ്റിൽഡോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അപ്പോൾ അവർക്ക് താല്പര്യമില്ലെങ്കിൽ ഓക്കെ. പക്ഷേ ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇനിയെങ്കിലും പേടിച്ചിരിക്കാതെ പുള്ളിക്കാരിയുടെ വീഡിയോയിൽ പുള്ളിക്കാരി വെല്ലുവിളിക്കുന്നുണ്ട്. ഇന്നത് കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ 5 ലക്ഷം രൂപ തരാം, ഇന്നത് കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ 1 ലക്ഷം രൂപ വീതം കൊടുക്കാം പാരിതോഷികം. ഈ പാരിതോഷികം എല്ലാം കൂടെ പുള്ളിക്കാരി എവിടെ നിർത്തിട്ട് കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നാലും പലരുടെ വീഡിയോസിലും ഞാൻ മറ്റേ തമ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇതുപോലെ പുള്ളിക്കാരി ഈ പൈസ കൊടുത്തതിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് തമ്പുണ്ടാക്കി മറ്റേ അതുൽ വ്ളോഗ്സും കണ്ടെന്നു, അതിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് പുള്ളിക്കാരി എല്ലാം റെഡിയാക്കി വെച്ചു. കാരണം പലരും തെളിവുകളായിട്ട് വരുന്നുണ്ട്, ഈ പാരിതോഷികം എടുത്ത് റെഡിയാക്കി വെച്ചു. അപ്പോൾ എനിക്കിപ്പം പാരിതോഷിക കാര്യങ്ങളും എനിക്കൊന്നും വേണ്ട, എനിക്ക് അതിനോട് താല്പര്യമില്ല. ഞാൻ അതുകൊണ്ട് പുള്ളിക്കാരി അങ്ങ് എന്താ പറയുക കൊണ്ടുവന്ന് പുള്ളിക്കാരിയുടെ കട പൊട്ടിക്കാനോ ഒന്നുമല്ല. ഇങ്ങനെ അബദ്ധം പറ്റി അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നൊരു സാധനം പലരും വന്ന് അവർ അനുഭവം പറയുമ്പം ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർക്ക് വന്ന് പബ്ലിക്കായിട്ട് പറയാൻ പേടിയുള്ളത് കൊണ്ട് ഞാൻ വന്നത് ഓപ്പണായിട്ട് പറയുന്നു. കാരണം എനിക്ക് ഈ ഒലിവിയ ഡിസൈൻസിനെ അവരുടെ മൂഡ് താങ്ങി നടക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ അവരെ പേടിച്ചിരിക്കേണ്ട ആവശ്യമോ എനിക്കില്ല. കാരണം പേഴ്സണലി അച്ചു എന്ന് പറയുന്ന അല്ലെങ്കിൽ സിബി എന്ന് പറയുന്ന ടീമിനെ എനിക്കറിയത്തില്ല. ഞാൻ ഈ പുള്ളിക്കാരിനെ ഈ വീഡിയോസിൽ കൂടെ കണ്ടിട്ടുള്ളതല്ലാതെ എനിക്ക് പേഴ്സണലി അറിയത്തില്ല. ഞാൻ ഇവരുടെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സ്ഥാപനത്തിൽ പോയിട്ടില്ല, അല്ലെങ്കിൽ ഇവരുടെ ഷോപ്പിൽ പോയി ഇന്നേ വരെ ഒരു ഡ്രസ്സ് വാങ്ങിയിട്ടില്ല. ഓൺലൈൻ ത്രൂ ഞാൻ ഡ്രസ്സ് വാങ്ങിയിട്ടില്ല. ഞാൻ പറയില്ല, അടൂർ കൂടെ പോകുമ്പോൾ ഞാൻ ഇവരുടെ കട കണ്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എൻ്റെ അനിയത്തി പറഞ്ഞുള്ള എക്സ്പീരിയൻസ് മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ അതാണ് ആദ്യമേ തന്നെ പറയാം. കാരണം അച്ചു കാണുന്നുണ്ടെങ്കിൽ അച്ചുവിനോടാണ് പറയുന്നത്, ഞാൻ അച്ചുവിനെ വിറ്റ് കാശുണ്ടാക്കി ഞാൻ അതുകൊണ്ട് തിന്നില്ല, നല്ല ഒന്നാന്തരം ജോലിക്ക് പോയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് ജോലിക്ക് പോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഞാൻ നല്ലോണം പണിയെടുത്ത് ജീവിക്കാനുള്ള, എനിക്ക് ആരെയും വിറ്റ് തിന്നേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, പുള്ളിക്കാരിയുടെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അതിനെക്കുറിച്ച് പറയാം. ഫസ്റ്റ് തന്നെ ഞാൻ പറയാം, പുള്ളിക്കാരിയുടെ വീഡിയോയിൽ അത് എഡിറ്റിങ്ങിൽ വന്ന ഇഷ്യൂ എന്തോ ആണെന്ന് തോന്നുന്നു. പുള്ളിക്കാരി പറയുന്നുണ്ട് ഇതുപോലെ, ഞാൻ എൻ്റെ വോയിസ് കേൾപ്പിച്ചു തരാം. ഇയാളിപ്പോ ആവശ്യമില്ലാത്തതിനൊന്നും പോകാൻ നിൽക്കില്ല കേട്ടോ. ഇയാളോട് അത്രയും സ്നേഹം ഉള്ളത് കൊണ്ടാണ്. കാരണം ഇവിടെ ഒത്തിരി
അവര് ഇപ്പൊ ഷോപ്പ് എന്ന രീതിയിൽ അല്ലെങ്കിൽ അവിടെ ആണെങ്കിലും പിടിപാടുള്ളവർ ഏത് രീതിക്ക് വേണേലും പോകും. അപ്പൊ അതുകൊണ്ട് ഇയാളോട് എനിക്ക് സ്നേഹമുള്ളത് കൊണ്ടും അതുകൊണ്ട് മാത്രമായിട്ടോ ഞാൻ കേട്ടത്. ഇപ്പൊ എത്ര നിങ്ങൾ ഈ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തിൽ പുള്ളിക്കാരിയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന, അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു, ആ സ്ഥാപനത്തിൽ ഇപ്പോഴും നിലവിൽ ജോലി ചെയ്യുന്ന പുള്ളിക്കാരിയാണ് കൺമണിയെ വിളിച്ചതിൻ്റെ വോയിസ് റെക്കോർഡാണ് ഇതിനകത്തിൽ അവരുടെ വീഡിയോയിൽ പ്ലേ ചെയ്തിരിക്കുന്നത്. അവരുടെ എഡിറ്റിങ്ങിൽ വന്ന മിസ്റ്റേക്കോ എന്തോ ആണ്. അതിനകത്തിൽ ആ ജോലി ചെയ്യുന്ന വിളിച്ച എക്സിക്യൂട്ടീവ് ആ ടീം പറയുന്നുണ്ട് ഇവർ പിടിപാടും കാര്യങ്ങളും ഉള്ള ആളുകളാണ്, എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ഈ ഭീഷണിപ്പെടുത്തിയെന്നും അല്ലെങ്കിൽ ഇവർ പിള്ളേരെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നൊക്കെ പറയുന്ന കേസുകൾ സത്യമാണെന്ന് അവിടെ ഇപ്പം നിലവിൽ ജോലി ചെയ്യുന്ന പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ ഇത്രയും അത് ഇപ്പം ആ 1.5 മണിക്കൂർ വേറെ മറ്റേ ഈ കാര്യങ്ങൾ പറയുന്നതിലൊന്നും ഒരു കാര്യവും വാസ്തവം അങ്ങനെ ഇല്ലെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ രണ്ടാമത്തെ കേസ്, ഈ അവർ കൺമണിയെക്കുറിച്ച് തിരക്കിയപ്പോൾ അല്ലെ ഈ കൺമണി പെട്ടെന്ന് അങ്ങനെ ഒരു വീഡിയോ ഇടാനുണ്ടായ സാഹചര്യം എന്താണെന്ന് തിരക്കിയപ്പോൾ അവർ പറയുന്ന അവർ കണ്ടെത്തിയൊരു സാധനം കൺമണി ഏതോ മാഫിയ ടീമുമായിട്ട് ലിങ്ക്ഡ് ആണെന്ന്. മാഫിയ ടീം കൺമണിയെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചതാണ്. എനിക്കത് കേട്ടപ്പോൾ എനിക്ക് ആക്ച്വലി ചിരിയാണ് വന്നത്. കാരണം മാഫിയ ടീമുമായിട്ട് ചെയ്യിപ്പിക്കാൻ തക്ക എന്താണ് ഈ ഒലിവിയ ഡിസൈൻസിനുള്ളത്? അതാണ് എൻ്റെ ചോദ്യം. കാരണം ഇവർക്ക് ഈ കേരളത്തിൽ അടങ്ങും അല്ലെങ്കിൽ കേരളത്തിലെ 14 ജില്ലകളിലും ഇവർക്ക് ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ഇവർ പറയുന്നതിൽ കാര്യമുണ്ട്. ഇവർ ഇത്രയും കോടികളുടെ അല്ലെങ്കിൽ ഇത്രയും ബിസിനസ് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ മാഫിയ ടീമുകളിലെ അല്ലെങ്കിൽ ഇങ്ങനെ പല ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ നിന്ന് വധഭീഷണി അല്ലെങ്കിൽ അവർ ചെയ്യിപ്പിക്കുന്ന പരിപാടിയാണെന്ന് ചിന്തിക്കാം. അതുകൊണ്ട് എന്താ പറയുക, അങ്ങനെ ഒരു സാധനം ഉള്ളത് കൊണ്ടാണ് കൺമണി അവരുടെ ഇതിൽ വീണ് അല്ലെങ്കിൽ കൺമണിയെ ഇതാക്കിയിട്ട് ചെയ്തു എന്ന് പറയുന്നത്. കൺമണിയുടെ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് പുള്ളിക്കാരി അവിടെ 2 ദിവസം ജോലിക്ക് പോയപ്പോൾ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് വെച്ച് പുള്ളിക്കാരി വെറുതെ വന്നൊരു കാര്യം പറയുന്നതാണ്. പക്ഷെ അവരുടെ കണ്ടുപിടുത്തമാണ് അവർ മാഫിയ ടീംസുമായിട്ട് കൺമണിക്ക് ലിങ്ക് ഉണ്ടെന്നും അല്ലെങ്കിൽ അവർ ത്രൂ ആണ് കൺമണിയെ വെച്ച് കളിക്കുവാണെന്നും എന്നൊക്കെ അവരുടെ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഞാൻ ചോദിക്കണോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ എടുത്തപ്പോൾ ഞാൻ വിട്ടുപോയൊരു കേസാണ്. ഇവർ പറയുന്നുണ്ട് ഇവരുടെ സ്ഥാപനത്തിനെ കുറിച്ചും അല്ലെങ്കിൽ ഇവരുടെ അവിടെ ജോലി ചെയ്യുന്ന ആളുകളെ കുറിച്ചും അങ്ങനെ അവർ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണെന്നും ഇത്ര സാലറി കൊടുക്കുന്നുണ്ടെന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. അപ്പം എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കിറ്റെക്സ് ഗാർമെൻറ്റ് സെക്ഷൻ എന്ന് വെച്ചാൽ കിറ്റെക്സ് ഗാർമെൻറ്റ് കമ്പനി അത് നമ്മുടെ പെരുമ്പാവൂർ കിഴക്കമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് ഏക്കർ കണക്കിന് വസ്തുവിൻ്റെ അതിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ടെക്സ്റ്റൈൽ ഒരു കമ്പനിയാണ്. ഞാൻ അവിടെ ഒരു 3.5 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, അവിടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ്. അത് നല്ല കിടുക്കാച്ചി ഹോസ്റ്റലാണ്. അവിടെ ഈ പറയുന്ന അവിടുത്തെ എന്താ പറയുക സാബു സാറ് പുള്ളിക്കാരൻ അവിടുത്തെ MD ആണ്. പുള്ളിക്കാരൻ അവിടെ ആകെപ്പാടെ പുള്ളിക്കാരൻ ആ ഹോസ്റ്റലിൽ കയറുന്നത് ഇൻസ്പെക്ഷൻ വരുമ്പോഴാണ്. അല്ല അവിടുന്ന് മറ്റേ വെളിയിൽ നിന്നുള്ള ഔട്ട്സൈഡ് ഇൻസ്പെക്ഷൻ വരുമ്പോഴാണ് പുള്ളിക്കാരൻ ആ ഹോസ്റ്റലിനുള്ളിൽ കയറുന്നത്. അവിടെ നിൽക്കുന്ന ഹോസ്റ്റലിൽ വാർഡന്മാർ മുതൽ സെക്യൂരിറ്റീസ് വരെ അവിടെയുള്ള പെൺകുട്ടികളാണ്. അതിൻ്റെ ഉള്ളിൽ ആരും ആണുങ്ങൾക്ക് പ്രവേശനമില്ല. ഇപ്പം ഇവർ ഈ പറയുന്ന സ്ഥാപനത്തിൻ്റെ കീ മറ്റേ ഹോസ്റ്റലിൻ്റെ കീ പുള്ളിക്കാരൻ്റെ കയ്യിലുണ്ട്. പുള്ളിക്കാരൻ തന്നെ അതുപോലെ തന്നെ ആ പിള്ളേരോട് പറയുന്നുണ്ട് ഞാൻ അവിടെ പലപ്പോഴും വന്നു പോകും എന്നുള്ളത്. അങ്ങനെ ഒരു പുള്ളിക്കാരി ഇതുപോലെ വലിയൊരു കമ്പനി റണ്ണ് ചെയ്യുവാണ് അല്ലെങ്കിൽ പുള്ളിക്കാരി വലിയൊരു ബിസിനസ് റണ്ണ് ചെയ്യുവാണ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ മുതലാളി പറഞ്ഞ കാര്യമാണ് പറയുന്നത്. ഞാൻ അതുപോലെ ഈ കിറ്റെക്സിൽ വർക്ക് ചെയ്തതുകൊണ്ട് എനിക്കറിയാം അവിടെ എങ്ങനെയാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നത്. അവിടെ പെൺകുട്ടികളാണ് ഓൾമോസ്റ്റ് ജോലി ചെയ്യുന്നത്. ആൺകുട്ടികൾ ഉണ്ടില്ലെന്നല്ല, ഉണ്ട്, പക്ഷേ എണ്ണിപ്പറക്കി ആൺകുട്ടികളാണ് അതുപോലെ ആണുങ്ങളുമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അവിടെ ഇഷ്ടംപോലെ പെൺകുട്ടികളാണ്. ഒരു ഹോസ്റ്റലിൽ ഒരു റൂമിൻ്റെ അതിൽ 300 സംതിങ് വെച്ചാൽ ഡോർമെട്രിയാണ്, അതിലൊരു 300 സംതിങ് പെൺകുട്ടികളാണ് ഒരു റൂമിൽ താമസിക്കുന്നത്. അങ്ങനെ 2000 സംതിങ് പേര് ഒരു ഹോസ്റ്റലിൻ്റെ അകത്തുണ്ട്. അങ്ങനെ ഏകദേശം 3-4 ഹോസ്റ്റൽ ആ കിറ്റെക്സിൻ്റെ കമ്പനിക്കകത്തുണ്ട്. അവിടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ്. അവിടുത്തെ ഫുഡുകൾ കൊള്ളത്തില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. അവിടെ പിള്ളേർക്ക് രാവിലത്തെ ഉച്ചക്കത്തെ വൈകിട്ടത്തെ ചായ എല്ലാ സാധനങ്ങളും ഉണ്ട്. ആരും അത് ഫുഡ് മോശമാണെന്നോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും അവിടുത്തെ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പുള്ളിക്കാരി പറയുന്നുണ്ട് പെൺകുട്ടികളെ ജോലിക്ക് നിർത്തുമ്പോൾ പെൺകുട്ടികൾ ഇപ്പം എന്ത് സാധനം എടുത്തു നോക്കിയാലും പെണ്ണുങ്ങളാണ് അതിൽ എന്താ പറയുക കേസും കാര്യങ്ങളായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പെണ്ണുങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത്. എന്താ പെണ്ണുങ്ങൾ അത്രയും മോശമാണ്?
കുറ്റം ചെയ്യാത്തവരാരില്ല, അതുപോലെ തന്നെ ആണുങ്ങളും ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് പെൺകുട്ടികൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്ന് വെച്ചാൽ പുള്ളിക്കാരി ഇന്നലത്തെ വീഡിയോയ്ക്ക് അത് പറയുന്നുണ്ട്, പെണ്ണുങ്ങൾ അത്രയും മോശമായിട്ട് ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, മറ്റേ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ പെൺകുട്ടികളെ കുറിച്ച് ഇത്ര തിരക്കുന്നത്, അല്ലെങ്കിൽ അവരെ കുറിച്ച് അന്വേഷിക്കുന്നത്, അവരുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത്. അതുപോലെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പോലും ഇപ്പോൾ ഉള്ള എല്ലാ ജോലികൾക്കുണ്ട്. ഏത് ജോലിക്കാണുള്ളത്? ഞാനും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തതാണ്, ഇതുപോലെ കിറ്റക്സിൽ ഞാനും പോയി വർക്ക് ചെയ്ത്. അവിടെ ഇത്രയും പെൺകുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസാം, ബീഹാർ, UP ഹിന്ദി കുട്ടികൾ എന്ന് വെച്ചാൽ വെളിനാട്ടിലുള്ള കുട്ടികളാണ് അവിടെ വന്ന് ജോലി ചെയ്യുന്നത്. അവർക്കാർക്കും ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതുവരെ അങ്ങനെ ഒരു സാധനം ഉള്ളത് പോലും എനിക്കറിയില്ല. ഞാൻ അവിടെ വർക്ക് ചെയ്തതാണ്. ഞാൻ QC ആയിട്ട് അവിടെ നിന്ന് വർക്ക് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോരുമായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു മോശം ഒരു അനുഭവം അവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ ഈ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ അടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എന്ന് വെച്ചാൽ ഒരു ഒതുങ്ങിയ ഒരു സ്ഥലത്ത് ഇവർ എത്ര പിള്ളേരെ വെച്ച് ഒരു സ്ഥാപനം റൺ ചെയ്യുന്നതിനാണോ ഇവർ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ പറയുന്നത്? അവർ പറയുന്നുണ്ട് അവരുടെ വീഡിയോയ്ക്കകത്ത് ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത പിള്ളേരെ അവർ നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ്. അപ്പോൾ അവർക്കറിയാം ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത പിള്ളേർ പോയിട്ട് കൊലപാതകം ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റേ കത്തിക്കുത്ത് പരിപാടികളോ അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തിയിട്ടല്ലല്ലോ അവർ വരുന്നത്. അങ്ങനെ നടത്തിയിട്ട് വരാനുണ്ടെങ്കിൽ ഇവരുടെ സ്ഥാപനത്തിൽ ഒന്ന് ജോലി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അവർ പറയുന്നുണ്ട്, അവരുടെ വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത പിള്ളേരെയാണ് അവർ നെഞ്ചോട് ചേർക്കുന്നത്. പിന്നെ എന്തിനാണ് ഈ പിള്ളേരുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പോലെ ഇവരുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും അന്വേഷിക്കേണ്ട ആവശ്യം എന്താണ്? അത് അവരുടെ വീഡിയോയ്ക്കകത്ത് പറയുന്ന കേസുകളാണ് ഞാനിപ്പം ഈ മെൻഷൻ ചെയ്ത് പറയുന്ന കേസുകൾ. പിന്നെ പെൺകുട്ടി 50% വൈകല്യമുള്ള കുട്ടിയെ മർദ്ദിച്ച കേസ് പുള്ളിക്കാരി പറയുന്നുണ്ട്. അവരുടെ സ്ഥാപനത്തിൽ പറയുന്ന കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്ഥാപനത്തിൽ എന്താ പറയുക ഈ ഫെയർ ആയിട്ടുള്ളത് അല്ലെങ്കിൽ കാണാൻ സ്മാർട്ട് ആയിട്ടുള്ളത് ഹൈറ്റ് ഉള്ളത് അങ്ങനെയുള്ളവർക്കൊന്നും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും അവർ അതിനൊന്നും വലിയ കാര്യം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ മുൻഗണന കൊടുക്കുന്നില്ല. അവിടെ ആര് വന്നാലും അവർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഇതിൽ 50% വൈകല്യമുള്ള ഒരു കുട്ടിയെ മർദ്ദിച്ച കേസ് നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെയാണ് ഞങ്ങളുടെ സ്റ്റാഫുകൾ മർദ്ദിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഈ 50% വൈകല്യമുള്ള ആൾക്ക് ഞങ്ങൾ എങ്ങനെ ജോലി കൊടുത്തു എന്നതാണ് ആ പുള്ളിക്കാരി പറഞ്ഞു വെക്കുന്ന പ്രസ്താവന. പക്ഷേ എൻ്റെ ചോദ്യം പുള്ളിക്കാരി തന്നെ പറയുകയാണ്, 50% വൈകല്യമുള്ള ഒരു പെൺകുട്ടിയെ ഞങ്ങളുടെ സ്റ്റാഫുകൾ മർദ്ദിച്ചു. അത് ആ പുള്ളിക്കാരി തന്നെ പറഞ്ഞു വെക്കുകയാണ്. അത് രണ്ടാമത്തെ കാര്യം. പുള്ളിക്കാരി ഇതൊക്കെ അറിയാതെ മറ്റില്ല താളം അടിക്കുന്ന കൂട്ടത്തിൽ ആണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ഓണർ വന്നിരുന്ന് പറയുമോ ഞങ്ങളുടെ സ്റ്റാഫുകൾ 50% വൈകല്യമുള്ള ഒരു പെൺകുട്ടിയെ മർദ്ദിച്ചു എന്ന് ഏതെങ്കിലും ഒരു ഓണർ വന്നിരുന്ന് പറയാം. അപ്പോൾ പുള്ളിക്കാരി അവരുടെ സ്ഥാപനത്തിൽ അങ്ങനെ ഒരു സാധനം നടന്നിട്ടുണ്ട്. അതാണ് പുള്ളിക്കാരി പറയുന്നത് 50% വൈകല്യമുള്ള ഒരു പെൺകുട്ടിയെ മർദ്ദിച്ച കേസ് നിങ്ങൾക്കറിയാമോ എന്തോ അങ്ങനെ കൊണ്ടാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പം അങ്ങനെ ഒരു സാധനം നടന്നുകൊണ്ടല്ലേ. അപ്പം പുള്ളിക്കാരി ഈ പറയുന്ന എന്തുവാണ് അവിടെ കാണിച്ചു കൂട്ടുന്നത്? അവരുടെ സ്റ്റാഫുകൾ എന്ത് ഗുണ്ടകളാണ് അവിടെയുള്ള ജോലിക്ക് വരുന്ന പിള്ളേരെ മർദ്ദിക്കാൻ വേണ്ടിയിട്ട്? അത് പിന്നെ പടപടാവുന്ന ബിസിനസ് വളരുന്ന സ്ഥാപനം. എൻ്റെ അറിവിൽ ഇവർക്ക് എറണാകുളത്തെങ്ങാണ്ട് സ്ഥാപനം ഉണ്ടായിരുന്നു, പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നു, ഇപ്പം നിലവിൽ എങ്ങുമില്ല. അടൂർ ആ ഒരു ട്രാഫിക്കിൻ്റെ ആ ഒരു മൂലയ്ക്കാണ് ഇവരുടെ ഒരു സ്ഥാപനം ഉള്ളത്. അടൂർ ജംഗ്ഷനിൽ തന്നെ ഇവർ ഓൺലൈൻ ബിസിനസ്സും പൂട്ടി. ഈ പടപടാന്ന് വളരുന്ന സ്ഥാപനങ്ങൾ എന്ത് ചെയ്യും? അത് കണ്ടിട്ട് അസൂയ മൂത്തിട്ട് അവർക്കെതിരെ എന്താ പറയുക മറ്റേ ക്യാമ്പയിൻ പോലെ യൂട്യൂബേഴ്സ് കൂടിയിട്ട് പുള്ളിക്കാരിക്ക് ഹേറ്റേഴ്സ് ഉണ്ടാക്കി പുള്ളിക്കാരിക്ക് അങ്ങോട്ട് എന്താണ്ട് ഉണ്ടാക്കുവാണെന്നാണ് പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. പടപടാന്ന് വളരുന്ന സ്ഥാപനം എവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുവാണ് ഈ സ്ഥാപനങ്ങളൊക്കെ? എന്ത് ആരെങ്കിലും കാണാതെ പാത്ത് വെച്ചേക്കുവാണോ? എൻ്റെ ജോലി എനിക്കതൊക്കെ പുള്ളിക്കാരി പറഞ്ഞപ്പോൾ ആ പുള്ളിക്കാരിയുടെ സാധനം പുള്ളിക്കാരി ഭയങ്കര സീരിയസ് ആയിട്ടോ പറയുന്നത്. എനിക്കത് കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. കാരണം പടപടരാന്ന് വളരുന്നു. എവിടെ വളരുന്നു? ഈ വളർന്ന് എവിടെ നിന്ന് കാണിച്ചു തരുമോ? ഇപ്പം അത് സീരിയസ്ലി എനിക്ക് ശരിക്കും ആ സാധനം കേട്ടിട്ട് എനിക്ക് ചിരിയാണോ. ഞാൻ ആ പുള്ളിക്കാരിയുടെ 1 മണിക്കൂറും 20 മിനിറ്റുമുള്ള ഇൻ്റർവ്യൂവിൽ ആ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ കണ്ടിരിക്കുന്ന ഭാഗം 1 മണിക്കൂർ വരെയും കണ്ടു. ബാക്കി 20 മണിക്കൂർ ഈ പുള്ളിക്കാരിയുടെ തള്ളു എന്തിനാണ് ഞാൻ കാണുന്നത്? എനിക്ക് എൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഈ പുള്ളിക്കാരി വന്നിരുന്ന് പുള്ളിക്കാരിയുടെ ഭാഗം അറിയണം. അല്ലെങ്കിൽ പുള്ളിക്കാരി നമ്മൾ ഒരു കോയിൻ ഉണ്ടെങ്കിൽ കോയിന് 2 വശമുണ്ട്, അതിൽ നമ്മൾ അപ്പുറത്തെ സൈഡ് മറിഞ്ഞിരിക്കണം എന്ന് പറയുന്നുണ്ട്. പുള്ളിക്കാരി പറയുന്ന സാധനങ്ങളെല്ലാം പുള്ളിക്കാരിയുടെ ഭാഗത്തുനിന്ന് പുള്ളിക്കാരി ഉത്തരവാദി ആണ്, അല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ സൈഡിൽ നിന്ന് പുള്ളിക്കാരി എല്ലാം പക്കയാണെങ്കിൽ എന്തിന് കമൻറ്റ് ബോക്സ് ഓഫാക്കി വെച്ചിരിക്കുന്നു? എന്താ ഇത് റേഡിയോ ആണോ? പുള്ളിക്കാരി പറയുന്നത് ഇങ്ങോട്ട് കേട്ടോണ്ടിരുന്നാൽ മതി. അപ്പം നമുക്ക് ചോദിക്കാനുള്ള കാര്യങ്ങളൊന്നും ചോദിക്കണ്ടേ? പുള്ളിക്കാരി പറയുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെ മറ്റേത് ആങ്ങി തൂങ്ങി എന്തൊക്കെയോ പറഞ്ഞു പോകുന്നു.
ഒന്നിന്ന് പറഞ്ഞ് അടുത്തോട്ട് പോകുന്നു, അടുത്തേന്ന് പറഞ്ഞ് വേറെ എങ്ങോട്ടോ പോകുന്നു. അല്ലാണ്ട് ഒരു ക്ലാരിഫിക്കേഷനും അല്ല പുള്ളിക്കാരി തരുന്നത്. പുള്ളിക്കാരി ഇപ്പം കൺമണിയുടെ മറ്റേ വോയിസ് കൊണ്ടുവന്നിട്ടു, പിന്നെ വേറെ ആരേതോ രക്ഷകർത്താവിൻ്റെ വീഡിയോ വോയിസ് കൊണ്ടുവന്നിട്ടു. അങ്ങനെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ഒരു 1.5 മണിക്കൂർ ഇരുന്ന് അങ്ങ് താളം അടിച്ചങ്ങ് പോയി. അല്ലാണ്ട് അതിൻ്റെ അപ്പുറത്ത് ഒരു കാര്യം വേണ്ടതില്ലല്ലോ. അല്ലെങ്കിൽ പുള്ളിക്കാരി അതുപോലെ വെല്ലുവിളിക്കുന്ന ആ വീഡിയോയ്ക്കകത്ത് വെല്ലുവിളിക്കുന്ന കേസൊക്കെ അതൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാക്കാം. കാരണം ഇപ്പോൾ പലരും തെളിവുകളായിട്ട് വരുന്നുണ്ട്. ഇപ്പം ഞാൻ പറയാം, ഇന്നലെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കൊച്ചു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ആ കുട്ടി പറയുന്ന ഒരു കാര്യം ഞാൻ പറയാം. പുള്ളിക്കാരിയുടെ അതും പറഞ്ഞേക്കുന്ന പുള്ളിക്കാരിയുടെ പേരും കാര്യങ്ങളും ഒന്നും പറയില്ലെന്ന്. പുള്ളിക്കാരി അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലിക്ക് കയറി. 15 ഡേയ്സ് ട്രെയിനിങ് പീരീഡാണ്. ഞാനൊരു 7 ഡേയ്സ് നിന്നപ്പോഴേ കാര്യം മനസ്സിലായി. ഒരു സൺഡേ പോലും ഒഴിവില്ല. അവിടെ ആണെങ്കിൽ പട്ടിപ്പണി, പിന്നെ ഡെയിലി എക്സിക്യൂട്ടീവ്സിൻ്റെ ഫൈന്, അത് ഇതെന്ന് പറഞ്ഞ് കട്ടിങ്. മന്ത്ലി 2 ദിവസമേ ലീവുള്ളൂ. കൂടുതൽ എടുത്താൽ ഒരു ദിവസം 1000 രൂപ വെച്ച് കട്ടിങ്. അവർക്ക് പ്രിയപ്പെട്ട കുറച്ച് എക്സിക്യൂട്ടീവ് ഉണ്ട്. എക്സിക്യൂട്ടീവ്സിനെ ഒഴിച്ചാൽ ബാക്കി എല്ലാവരെയും അടിമക്കണ്ണ് പോലെയാണ് അവർ കാണുന്നത്. അതുപോലെ ഞാൻ ട്രെയിനി ആയിരിക്കെ തന്നെ ഒരു കുട്ടിയെ ഭയങ്കരമായി ടോർച്ചർ ചെയ്ത് കരയിപ്പിച്ചു. അത് റിസൈൻ ചെയ്യുവാന്ന് പറഞ്ഞപ്പോൾ നീ മണ്ണ് തിന്ന് ചാവുമോ എന്നൊക്കെ പറഞ്ഞ് ഭർത്താവ്. ഞാൻ ഇന്നലത്തെ വീഡിയോയ്ക്കകത്തും പറഞ്ഞിട്ടുണ്ട്, അച്ചുവിൻ്റെ സിബിയുടെയും മെയിൻ ആയുധമാണ് പ്രാഗി അങ്ങ് കൊല്ലുക. എനിക്ക് തോന്നുന്നു നമ്മുടെ ബിഗ് ബോസിൻ്റെ അകത്ത് ജാൻമോണിയുടെ വേറൊരു വേർഷനാന്ന് തോന്നുന്നു. ജാൻമോണി ഏറെ നിന്നെയൊക്കെ ഞാൻ നശിപ്പിച്ച് കളയും, നിന്നെയൊക്കെ ഞാൻ അട്ടപ്പെടൽ ഇതാക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. അതിനുശേഷം ഞാൻ കാണുന്ന വേർഷൻ ഈ അച്ചുവിൻ്റെ സിബിയുടെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഭാര്യ നിന്റെ നീ പോ, കണ്ണീർ ഇവിടെ കാണണ്ട എന്നൊക്കെ പറഞ്ഞ് ആ കൊച്ചിനെ ഒരുപാട് പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് കരയിപ്പിച്ചു വിട്ടു. പിന്നെ വേറൊരു ഇൻസിഡൻറ്റ്, ഒരു കുട്ടി പീരീഡ്സ് പെയിൻ ആയിട്ട് ഉച്ചയ്ക്ക് വീട്ടിൽ പോവാണെന്ന് പറഞ്ഞപ്പോൾ അതിനെയും കുറേ പറഞ്ഞു. ആ കുട്ടി പിന്നെ ജോലിക്ക് വന്നിട്ടില്ല. പിന്നെ അവരുടെ മെയിൻ പണി മാറിയിരുന്ന ഓരോരുത്തരുടെ കുറ്റം പറച്ചിലാണ്. നാട്ടുകാരും ഓട്ടോക്കാരും ഇതൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. ചില എക്സിക്യൂട്ടീവ്സിന് മാത്രം ഇവർ പറഞ്ഞ സാലറി കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് 2500, 8000 ഒക്കെ ആ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇത് തന്നെയാണ് ഒരു ഓൾമോസ്റ്റ് ആളുകളും കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞേക്കുന്ന കാര്യം. അവർക്ക് ഇപ്പം ഇത്ര രൂപ കട്ട് ചെയ്ത് അത്ര രൂപ എന്ന് വെച്ചാൽ അവർ പല കാര്യങ്ങളും ഇപ്പം 22,000, 30,000, 40,000 രൂപ ശമ്പളം എന്ന് പറയുമെങ്കിലും അവർ പല സാധനങ്ങൾ കട്ട് ചെയ്ത് പിള്ളേരുടെ കൈ കിട്ടുന്നത് ഇത്രയും എമൗണ്ട് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ആ കുട്ടി വോയിസ് മെസ്സേജ്, പീരിയഡ്സിന്റെ കേസ് പുള്ളിക്കാരി വോയിസ് മെസ്സേജ് അയക്കുന്നത്. പിന്നെ മറ്റേ പീരിയഡ്സിന്റെ കാര്യം, ഒരു കൊച്ചാണെങ്കിൽ ഒരു മാസം അതെനിക്ക് സാലറി പോലും വാങ്ങിയില്ലെന്ന് തോന്നുന്നു. ആ കൊച്ചാണെങ്കിൽ ഉച്ചയ്ക്കാണെങ്കിൽ പീരിയഡ്സ് പെയിൻ എടുത്ത് ഭയങ്കരമായിട്ട് വയ്യ, അതിനപ്പോൾ ജോലി ചെയ്യാം. ഒരു 2 മണി ഒക്കെ ആയി കാണും. ഇവരെടുത്ത് എന്നിട്ട് ചോദിച്ചു, പൊക്കോട്ടെ എനിക്ക് വയ്യ വീട്ടിൽ പോവാന്ന്. അപ്പോൾ ഉടനെ ആക്റ്റീവും അല്ല, ഇവിടെ ഒന്നും ചെയ്യുന്നുമില്ല, എന്നിട്ട് വീട്ടിൽ പൊക്കോട്ടെ എന്ന് ചോദിക്കുന്നു. ഒരു മര്യാദയൊക്കെ വേണ്ടായോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആ കൊച്ചിനെ പറഞ്ഞു. പിന്നെ തൊട്ട് ആ കൊച്ച് ഒലീവിയിൽ വന്നിട്ടില്ല. അത് പന്തളത്തായിരുന്നു അതിൻ്റെ വീട്. അപ്പം ഇതാണ് ഒരു പെങ്കൊച്ച് പറഞ്ഞ കാര്യം. കാരണം എന്താ പറയുക, അവിടെ നടക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ അവരുടെ വേറൊരു സാധനം എനിക്ക് ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഫേസ്ബുക്കിൽ ഒരു പുള്ളിക്കാരി മെസ്സേജ് അയച്ച് കുറേ വോയിസ് ഇട്ട് തന്നു. അതിലെടുത്തു പറയുന്നത്, ആശ്രയമില്ലാത്ത പെൺകുട്ടികൾക്ക് ജോലി, അതായത് അച്ഛൻ ആങ്ങള ഹസ് ഇല്ലാത്തവർക്ക്, അതാവുമ്പോൾ മറ്റ് പ്രശ്നത്തിന് ചെല്ലാൻ ആരുമില്ലല്ലോ. അത് മെയിൻ ഒരു കാര്യം കേട്ടോ. അങ്ങനെ ഇല്ലാത്തവരാകുമ്പം എന്ന് വെച്ചാൽ അമ്മയൊക്കെ വളർത്തുന്നതാണെങ്കിൽ അമ്മമാരൊക്കെ ഭയങ്കരമായിട്ടും ഇതാണല്ലോ. അവരങ്ങനെ ഇപ്പം അങ്ങനെ മക്കൾക്കൊരു ഇഷ്യൂ ഉണ്ടായെന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന്, അത്രയും ബോൾഡായിട്ടുള്ള അമ്മമാർ മാത്രമേ പെട്ടെന്ന് ചാടിക്കയറി ഇറങ്ങത്തുള്ളൂ. അല്ലാത്ത ആളുകൾ ആരും ഇറങ്ങത്തില്ല. അതിലുപരി ആ നാറി എടുത്തു പറയുന്നത് ലുക്കിലാണ് പ്രാധാന്യം. പിന്നെ സൈസ്, ഫുൾ ഫോട്ടോ, ഇതൊക്കെയാണ് ഒരു ജോലിക്ക് ലുക്കല്ലല്ലോ കഴിവല്ലേ പ്രധാനം. ആ തള്ള എന്തൊക്കെയാ പറയുന്നത്, വെറുപ്പിക്കൽ. ഒരു ടീം എനിക്ക് ഫേസ്ബുക്കിൽ മെസ്സഞ്ചറിൽ ഇട്ടിരിക്കുന്നതാണ്, ഒരെണ്ണങ്ങളുണ്ട്. കുട്ടി എന്നോടാണ് പറയുന്നത്, കുട്ടി ഈ വീഡിയോ ഒക്കെ ചെയ്താൽ താൻ തെറ്റുകാരി ആവത്തേ ഉള്ളൂ. കാരണം മണ്ണടിയിലും അടൂരിലും CPM പ്രവർത്തകർ അവൾക്ക് പിന്നിലുണ്ട്. ഞാൻ അവളുടെ അയൽവാസിയാണ് കുട്ടി. പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. സ്വന്തം അച്ഛനെ നോക്കാത്തവളാണ് ഇവൾ. ഇവൾ ആരാണെന്നും എന്താണെന്നും ഞങ്ങൾ മണ്ണടിക്കാർക്കറിയാം. ബട്ട് കുറേ പാർട്ടിക്കാരെ പേടിച്ച് മിണ്ടുന്നില്ല എന്ന് മാത്രം. ഇവൾ ആ ഷോപ്പിൽ ജോലിക്കായിട്ട് പോയതായിരുന്നു. അയാളുടെ ആദ്യത്തെ വൈഫിനെ പുറത്താക്കിയിട്ടാണ് അവൾ ആ സ്ഥാനത്ത് കയറി പറ്റിയത്.
അവൾ തള്ളുന്നല്ലോ. അവൾ ഇടയ്ക്ക് പറഞ്ഞു ഓരോ മാസവും പാവപ്പെട്ട ഓരോ പെൺകുട്ടികളുടെ കല്യാണം നടത്തി കൊടുക്കാമെന്ന്. പറഞ്ഞിട്ടിപ്പോൾ എത്ര മാസമായി? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഇവൾ ആരുടെങ്കിലും കല്യാണം നടത്തിയതായി? തള്ളിനൊരു കുറവുമില്ല. പബ്ലിസിറ്റിക്ക് വേണ്ടി എന്തും ചെയ്യുന്നവൾ. ഞാൻ അവളുടെ വീടിൻ്റെ അടുത്താണ്. ഒലീവിയ ഡിസൈൻസ് അല്ല, തള്ള് ഡിസൈൻസ് ആണ്. എത്രയെന്ന് വെച്ചാണ് തള്ള് കേൾക്കുന്നത്. അങ്ങനെ കുറേ ആളുകൾ ഈ പുള്ളിക്കാരിക്കെതിരെയുണ്ട്. പുള്ളിക്കാരി പറയുന്ന പുള്ളിക്കാരിയുടെ എതിരെ എന്താ വെച്ചാൽ അങ്ങ് ചെയ്ത് മറ്റേതാണ്, പുള്ളിക്കാരി ഭയങ്കര ഇതാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ പറയല്ലോ, മാന്യമായിട്ട് വിത്ത് പ്രൂഫും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനും പറഞ്ഞിട്ട് ഭയങ്കര അങ്ങ് വെല്ലുവിളിക്കുവാണ് പുള്ളിക്കാരി. ഞാൻ പറയില്ല, എനിക്ക് പുള്ളിക്കാരിനെ വിറ്റ് കാശുണ്ടാക്കിയിട്ട് എൻ്റെ കുടുംബം പുലർത്തേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ അന്തസ്സായിട്ട് ജോലിക്ക് പോകുന്നുണ്ട്. പിന്നെ ഇങ്ങനെ വന്ന് ഓരോരുത്തർ കമൻറ്റിൽ പറയുമ്പം ഞാനൊരു പെണ്ണ് എന്ന നിലയ്ക്ക് ഞാൻ പ്രതികരിക്കും. ഞാൻ പറയില്ല, എനിക്കിപ്പം ഒലിവിയ ഡിസൈൻസ് എന്നെ വന്ന് കൊലത്തിക്കളയൊന്നും പറഞ്ഞുകൊണ്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നില്ല. എനിക്കിപ്പം ഞാൻ ഒരു ക്യാമറയുടെ ഫ്രണ്ടിലല്ല, ഞാൻ പറയില്ല, ഇവരുടെ ചുറ്റുവട്ടത്ത് തന്നെയാണ് ഞാനും താമസിക്കുന്നത്. ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിലും പറഞ്ഞിട്ട് ഞങ്ങളുടെ അടൂർ എൻ്റെ വീടും തമ്മിൽ 20 കിലോമീറ്റർ ഡിഫറൻസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി വന്ന് എന്നെ കൊലത്തിക്കളയും എന്നൊരു സാധനമൊന്നും എനിക്കില്ല. എനിക്ക് അങ്ങനെ എന്താ പറയുക, പുള്ളിക്കാരിയെ പേടിച്ച് പുള്ളിക്കാരി അങ്ങ് ഭയങ്കര ഇതാണ്, പാർട്ടിക്കാരെ കൊണ്ടു നടക്കുകയാണ്, പോലീസുകാരെ കൊണ്ടു നടക്കുക, എനിക്കങ്ങനെയൊന്നുമില്ല. എൻ്റെ അടുക്ക വന്ന് ജെന്യുവനായിട്ട് പറയുന്ന ആര് വന്ന് പറഞ്ഞാലും ഞാൻ പ്രതികരിക്കും. അവരുടെ ഇപ്പം ഞാൻ പറയില്ല, ഇപ്പം എനിക്ക് മെയിൻലി പറയാനുള്ളത് ഈ പെൺകുട്ടികൾ അവിടെ അനുഭവിച്ച പെൺകുട്ടികളോടാണ്. നിങ്ങൾ പ്രൂഫായിട്ട് വാ. ഇവളീ പറയുന്ന സാധനങ്ങളുടെ വായടപ്പിക്കാൻ പറ്റുന്ന പ്രൂഫായിട്ട് വാ. നിങ്ങൾ വന്നിരുന്നു ഇപ്പോൾ ഇവൾക്ക് പറയാം, കമൻറ്റ് ബോക്സിൽ വന്നിരുന്ന കലക്കുമല്ലേ, അല്ലെ കുറേ യൂട്യൂബേഴ്സ് അങ്ങ് പുള്ളിക്കാരെ വിറ്റുണ്ടാക്കുമല്ലേ, ഇത് കമൻറ്റ് അല്ലേ, മെസ്സേജ് അല്ലേ, തേങ്ങയാണ് മാങ്ങയാണ് നമുക്ക് പറയാം. പക്ഷേ നിങ്ങൾക്ക് സാലറി സ്ലിപ്പ് അവൾ പറയുന്നുണ്ട് അക്കൗണ്ട് ത്രൂ ആണ് തന്നിരിക്കുന്നത്. അക്കൗണ്ട് ത്രൂ തന്നതിൻ്റെ സാലറി സ്ലിപ്പോ അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കയ്യിലില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും ഒരാൾ മുന്നിട്ടിറങ്ങി കേസ് കൊടുക്കണം. ഇപ്പം എൻ്റെ ഫേസ്ബുക്കിൽ വന്നിരുന്ന കുറേ പേര് പറയുന്നുണ്ട്, അതുപോലെ നിനക്ക് കടന്ന് ഇത്രയും പ്രസംഗിക്കേണ്ട ആവശ്യമുണ്ടോ, നിനക്ക് കൊണ്ട് കേസ് കൊടുത്താൽ പറയും. ഇപ്പം എനിക്ക് കൊണ്ടുവന്ന് കേസ് കൊടുക്കാം. എനിക്ക് പറയാൻ പറ്റുമോ എൻ്റെ അനിയത്തിയുടെ ഇടയ്ക്ക് ചെന്നിട്ട് പുള്ളിക്കാരനെ നോക്കിയിട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല, അതുകൊണ്ട് എനിക്ക് പുള്ളിക്കാരനെതിരെ കേസ് കൊടുക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അതിലും മോശമായിട്ട് പെരുമാറിയ പെൺകുട്ടികളുണ്ട് അവിടെ. അവർ രംഗത്ത് വന്ന് ഈ പുള്ളിക്കാരിക്കും ആ പുള്ളിക്കാരിയുടെ സിബിക്കും കൊണ്ടുവന്ന് കേസ് കൊടുത്താലേ അത് എന്താ പറയുക, അതിനൊരു വാല്യൂ വരത്തുള്ളൂ. അല്ലാണ്ട് എനിക്ക് ചെന്നിട്ട് പറയാൻ പറ്റും എൻ്റെ അനിയത്തിയുടെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു എന്ന്. അല്ലാണ്ട് എനിക്ക് പറയാതൊക്കെ വലിയ അനുഭവങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ അച്ചുവും അല്ലെങ്കിൽ സിബിയുമായിട്ട് എനിക്കൊരു കണക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല. ഞാനിപ്പം വന്നിരുന്ന് സംസാരിക്കുന്നത് എനിക്കും എൻ്റെ അനിയത്തിക്കും ഒരു പ്രശ്നവുമില്ല, അല്ലെങ്കിൽ എനിക്കും എൻ്റെ അനിയത്തിക്കും വേണ്ടിയിട്ടല്ല സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്ന അവിടെ അനുഭവിച്ച ഓരോ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇപ്പം അവിടെയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുമാണ്. അതിൽ പലരും ഇപ്പം മറ്റേ അൽത്താഫ് വ്ലോഗ്സിനകത്ത് പുള്ളിക്കാരൻ ചെന്ന് മൈക്കും പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ടോ, മറ്റേയാണോ മാടയാണോ കൂടെയാണോ ചോദിക്കുന്നുണ്ട്. അവിടെ ജോലിക്ക് നിൽക്കുന്ന പെൺകുട്ടികൾ അവരുടെ അന്നത്തെ ദിവസത്തെ ചെലവിന് വേണ്ടിയിട്ടാണ് പണിക്ക് പോകുന്നത്. അവരാരെങ്കിലും വന്നിരുന്ന് വെള്ളം പോവും? ഇല്ല, അവരാരും പറയത്തില്ല, അവർക്ക് അതിനുള്ള ധൈര്യമില്ല. അതിൽ മെയിനായിട്ട് നിൽക്കുന്ന 3-4 പേരെ എടുത്തു വെച്ച് അവർ പുള്ളിക്കാരെ ആളെ ഓടിപ്പിക്കുന്നുണ്ട്. അല്ലാണ്ട് ഒരു മനുഷ്യനും രംഗത്ത് വന്ന് പറയത്തില്ല. അതിന് പറയാനുള്ള ധൈര്യം ആ പിള്ളേർക്കില്ല അവിടെ. അങ്ങനെയാണെങ്കിൽ അവരെ നാളെ ജോലിക്ക് ഇറക്കി വിടും. അവർക്ക് പെട്ടെന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പിള്ളേർക്ക് EMI കാര്യങ്ങളും ലോണും ചിട്ടിയും പാട്ടവും ഒക്കെ കാണും. പെട്ടെന്ന് ഒരു ജോലി നിർത്തിയിട്ട് പോയി കഴിഞ്ഞാൽ പിള്ളേർക്ക് അതൊന്നും പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ചിന്തിച്ച് പല പിള്ളേരും അവിടെ തന്നെ കടിച്ചു തൂങ്ങിക്കിടക്കും. അതാണ് നിലവിൽ നടക്കുന്നത്. പിന്നെ ഒരു കാര്യം മെയിൻലി ഞാൻ ചോദിക്കുകയെന്ന് വെച്ചാൽ, അച്ചു പറയുന്നുണ്ട്, അവക്കടെ ഇൻ്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട് എല്ലാ ആഴ്ചകളിലും അവിടെ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. 500-ൽ പരം, ഞാനൊരു 300-400 എങ്ങോട്ടായിരുന്നു പറഞ്ഞു, എനിക്ക് കറക്റ്റ് എസ്റ്റിമേഷൻ ഒന്നും അറിയത്തില്ല. പുള്ളിക്കാരി പറയുന്ന 500-ൽ പരം ആളുകൾ അവിടെ ഇൻ്റർവ്യൂവിന് ചെല്ലുന്നുണ്ട്. ഈ ആളുകൾ ഇൻ്റർവ്യൂവിന് ചെല്ലുന്ന എങ്ങോട്ട് പോകുന്നു? അതിൽ നിന്ന് അവർ ഒരു 50 പേരെയോ അല്ലെങ്കിൽ ഒരു 20 പേരെയോ എടുത്തു. ഈ പിള്ളേർ ഇവിടെ പോകുന്നു. പുള്ളിക്കാരിക്ക് ഈ അടൂര് സ്ഥാപനം ഉള്ളതായിട്ട് എനിക്കറിയത്തുള്ളൂ. അടൂരും മറ്റേ ഓൺലൈൻ ഷോപ്പും, ഈ 2 സ്ഥാപനത്തിൽ അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരി ഇപ്പം എടുത്തിരിക്കുന്ന ഈ പറയുന്ന എല്ലാ ആഴ്ചയിലും ജോലിക്ക് അവിടെ ഇൻ്റർവ്യൂവിന് ആളുകൾ ചെല്ലുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി അവിടെ ജോലിക്ക് ആളിനെ എടുക്കുന്നുണ്ടെങ്കിൽ ഈ പിള്ളേർ എവിടെ പോകുന്നു? അവർ ചെയ്യുന്ന അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഒരു എന്താ പറയുക ഫ്രീ കോസ്റ്റാണ് നോക്കാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജോലിക്ക് എല്ലാ ശനിയാഴ്ച ഇൻ്റർവ്യൂ എടുക്കുന്നു. അതിലൊരു 10 പേരെ എടുക്കുന്നു. ആ 10 പേര് 15 ദിവസത്തെ ട്രെയിനിങ് എന്ന് പറഞ്ഞു വെക്കുന്നു. ആ 10 പേര് ഒരാഴ്ച കഴിയുമ്പോൾ അതിൽ പകുതി പിള്ളേർ പോകുന്നു. വീണ്ടും അടുത്ത ശനിയാഴ്ച ഇൻ്റർവ്യൂ വെക്കുന്നു. വീണ്ടും 10 പേരെ എടുക്കുന്നു. വീണ്ടും പിള്ളേർ പോകുന്നു. ഇത് തന്നെ റൊട്ടേറ്റ് ചെയ്ത് നടക്കുവാണ്. അല്ലാതെ അവർ വലിയ അങ്ങോട്ട് എന്ന് വെച്ചാൽ ഇവർ പറയുന്ന അതുപോലെ ആ പിള്ളേരെ എടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ഥാപനത്ത് ജോലി നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പിള്ളേരൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അവരെവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുവാണ്?
അവർക്ക് അടൂർ ഒരു സ്ഥാപനം ഉള്ളൂ. പത്തനംതിട്ടയിലെ പൂട്ടി, എറണാകുളത്തെ പൂട്ടി, പിന്നെ എവിടെ കൊണ്ടുവന്ന് വെച്ചേക്കോ പിള്ളേരെയല്ല. അങ്ങനെ ഇൻ്റർവ്യൂസ് എടുത്ത് പിള്ളേരെ അങ്ങോട്ട് വെക്കുന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ഈ പിള്ളേർ 15 ദിവസം കൊണ്ട് എന്തുകൊണ്ട് പോന്നു? അവർ പറയുന്നുണ്ട് അവരുടെ മറ്റേ എന്തുവായിരുന്നു അവർ മുദ്രപത്രത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ആ ഒരു കാര്യം ഓർത്തത്. ആക്ച്വലി ഞാനത് വിട്ടുപോയതാണ്. എന്താ പറയുക, മുദ്രപത്രത്തിൻ്റെ കാര്യം പറയുമ്പോൾ പുള്ളിക്കാരി, ഞാൻ ആ വീഡിയോ പുള്ളിക്കാരുടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാര്യം പറയുന്നത് ആ പേപ്പർ എന്താണെന്ന് 2-3 ലൈൻ ഞാനൊന്ന് വായിക്കാം, ബാക്കി താഴെ ഞാനൊന്ന് കൊടുത്തിരിക്കാം. ആലപ്പുഴ ജില്ലയിൽ നൂറനാട് നാട്ടിൽ രാജേന്ദ്രന്റെ മകൾ രശ്മി ഒലീവിയ ഓണർ അച്ചു സിബിക്ക് എഴുതി കൊടുക്കുന്ന എഗ്രിമെന്റ്. ഞാനിവിടെ ഷോപ്പിൽ നിൽക്കാൻ വന്നതാണെന്നും 10 ദിവസത്തെ എനിക്ക് ട്രെയിനിങ് ആണെന്നും ഈ ട്രെയിനിങ് പീരീഡിൽ എപ്പോൾ വേണമെങ്കിലും നിർത്തി പോകാമെന്നും നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം, എനിക്ക് താല്പര്യമില്ലെങ്കിൽ നിർത്തി പോകാമെന്നും എഴുതി നൽകുന്നു എന്ന് പറഞ്ഞ് സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിട്ട ഒരു പേപ്പറാണ്. അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് അത് കൊടുത്തിരിക്കാം. സൈഡിൽ ഒരുപാട് ലെങ്ത് ആയിപ്പോ അത് ഞാൻ കൊടുത്തിരിക്കാം. ഒരുപാട് ലെങ്ത് ആയിപ്പോൾ ഞാനത് കൊടുത്തിരിക്കാം എന്നാണ് പറഞ്ഞ ഈ സ്റ്റാമ്പ് പേപ്പറിൻ്റെ കാര്യം. ആ ഒരു വീഡിയോയ്ക്കകത്ത് എങ്ങും ഇത് കാണിക്കുന്നില്ല. പുള്ളിക്കാരി എന്തൊക്കെയോ പ്രൂഫ് കാണിക്കാം എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു പ്രൂഫും അതിനകത്ത് കാണിക്കുന്നത്. ഈ വീഡിയോ സ്റ്റാർട്ടിംഗ് ആണ് ആ രശ്മി എന്ന് വെച്ചാൽ ഇറ്റ്സ് മീ കൺമണി പുള്ളിക്കാരി എഴുതി കൊടുത്ത അല്ലെങ്കിൽ സൈൻ ചെയ്ത ആ ഒരു പേപ്പർ പുള്ളിക്കാരി ഫോൺ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നതല്ലാണ്ട് അവിടെ ഒരു പേപ്പർ ഉണ്ടെന്നോ അല്ലെങ്കിൽ എഴുതിയ ഒരു സാധനമോ പുള്ളിക്കാരി അത്രയും താളം അടിക്കുന്നുണ്ടെങ്കിൽ അത് പ്രൂഫായിട്ട് ആ വീഡിയോയ്ക്കകത്ത് അറ്റാച്ച് ചെയ്യണം. ആ സാധനം അറ്റാച്ച് ചെയ്തിട്ടില്ല. അപ്പം പുള്ളിക്കാരി പറയുന്നതിൽ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? പുള്ളിക്കാരി ഇപ്പം പറയുന്ന ഓരോ വാക്കുകളും ആ വീഡിയോയ്ക്കകത്ത് പറയുന്നത് സത്യസന്ധമായിരുന്നുവെങ്കിൽ അതിനകത്ത് പുള്ളിക്കാരി ആ പ്രൂഫ് ആ വീഡിയോയ്ക്കകത്ത് അറ്റാച്ച് ചെയ്യണമായിരുന്നു. അത് ചെയ്തിട്ടില്ല. അത് ചെയ്യാത്ത പക്ഷം പുള്ളിക്കാരി പറയുന്നതിൽ എന്താണ് ലോജിക്കും? അപ്പം ഈ കൺമണി എന്ന് പറയുന്ന കുട്ടി പറഞ്ഞതെല്ലാം സത്യമില്ലേ? അതുപോലെ തന്നെ ആ ഭീഷണിപ്പെടുത്തുന്ന കേസ് നമ്മൾ ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. അവരുടെ കെട്ടിയ ഭീഷണിപ്പെടുത്തും, അതും അവരുടെ ആ വീഡിയോയ്ക്കകത്ത് തന്നെയുണ്ട്. അപ്പോൾ അവർ അവരുടെ ഭാഗങ്ങൾ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷനുമായിട്ട് അവർ വരുന്നു എന്ന് പറഞ്ഞാൽ ആ ക്ലാരിഫിക്കേഷനകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും കിടക്കുന്നു. ആ വീഡിയോയുടെ നമ്മളൊന്ന് ശ്രദ്ധിച്ചിരുന്ന് കേട്ടാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. പുള്ളിക്കാരി തള്ളി മറിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ വന്നിട്ട് പൊങ്കാല ഇടുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഈ വീഡിയോ കൊണ്ട് റീച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഓൾറെഡി ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് മുന്നേ എനിക്ക് ഒരു 17 അടുപ്പിച്ച് എനിക്ക് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഇവളെ വെച്ചിട്ട് അച്ചൂനെ വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ജീവിക്കേണ്ട അവസ്ഥയൊന്നും എനിക്കില്ല. അപ്പം അതുകൊണ്ട് ഞാനൊന്നും അറിയാതെയാണ് അല്ലെങ്കിൽ എനിക്കൊന്നും എന്താ പറയുക ഞാനൊരു തെളിവില്ലാതെയാണോ എന്ന് പറയുന്നെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഇടയ്ക്ക് ഇപ്പം ഒരു പോലീസ് കേസുമായിട്ടൊന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ കൊണ്ടുവന്ന് കാണിക്കാനുള്ള എവിഡൻസ് എല്ലാം എൻ്റെ ഉണ്ട്. വിളിച്ച ആളുടെ കോൾ റെക്കോർഡ് എൻ്റെ ഉണ്ട്. അതുപോലെ തന്നെ ഈ പിള്ളേർ അയച്ചേക്കുന്ന മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. പേര് സഹിതം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, പിള്ളേർ പേര് വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു മനുഷ്യരുടെയും പേര് പറയാത്തതും. അങ്ങനെ ഇപ്പം തന്നെ മറ്റേ വീടിൻ്റെ അടുത്തുള്ളത് പറഞ്ഞ് പുള്ളിക്കാരെയും പറയുന്നുണ്ട്, പുള്ളിക്കാരുടെ പേര് വെളിപ്പെടുത്തലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു മനുഷ്യരുടെയും പേരും കാര്യങ്ങളും ഒന്നും പറയാത്ത. എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞില്ല, ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ സ്ക്രീൻഷോട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെറുതെ വന്നിരുന്നെങ്കിൽ വിളമ്പുമല്ല, എന്നോട് സംസാരിച്ച പിള്ളേരുടെ കാര്യങ്ങളാണ് ഞാൻ വ്യക്തമായിട്ട് വന്നിരുന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അച്ചുവിനെ ശ്രദ്ധിക്കും. ഞാൻ അച്ചുവിനെ വിറ്റ് കാശുണ്ടാക്കിയിട്ട് എൻ്റെ കുടുംബം പുലർത്തേണ്ട ആവശ്യം എനിക്കൊന്നുമില്ല. ഞാൻ നല്ല അന്തസ്സായിട്ട് ജോലി എടുത്ത് ജീവിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ഞാനിങ്ങനെ മറ്റേ ഞാൻ റോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റേ ഇങ്ങനത്തുള്ള വീഡിയോസ് ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ ഹെൽനോസ് പാട്ടയുടെയും പിന്നെ മൂപ്പൻസ് വ്ളോഗ്, അതുൽ വ്ളോഗ്, പിന്നെ നമ്മുടെ സീക്രട്ട് ഏജൻറ്റ്, അങ്ങനെയുള്ള കുറച്ച് പേരുടെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ എനിക്കൊന്നും ഞാൻ കുറച്ചുകൂടെ ജെനുവലായിട്ട് കേൾക്കുന്ന ഹെൽനോസ് പാട്ടയാണ്. കാരണം പുള്ളിക്കാരി ഭയങ്കര എയറിലാണെങ്കിൽ പോലും നല്ല പക്ക പെങ്കൊച്ചാണ്. ആരുടെ മോദിക്ക് എന്ത് തോന്നിയ ദിവസം വിളിച്ച് പറയാൻ അല്ലെങ്കിൽ എന്തും പറയാനുള്ള തൻ്റെ ഉള്ള പെങ്കൊച്ചാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പുള്ളിക്കാരുടെ വീഡിയോസ് ഇന്നലെയും പുള്ളിക്കാരി മറ്റേ ഒരു സെൻസിനെ കുറിച്ച് പറഞ്ഞ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് അച്ചുവിനോടും അച്ചുവിൻ്റെ കെട്ടിയവൻ സിബിയോടുമാണ് പറയാനുള്ളത്, നിങ്ങളെ വിറ്റ് കാശുണ്ടാക്കിയിട്ട് കുടുംബം പുലർത്തേണ്ട അവസ്ഥയൊന്നും എനിക്കില്ല. എനിക്ക് എന്നാൽ അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കാനുള്ള തൻ്റെ ഇടം എനിക്കുണ്ട്. പിന്നെ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടത്തില്ലെന്നല്ല, ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ടേക്കുന്നത് പിന്നെ കാണാനല്ലല്ലോ. പിന്നെ അതിൽ പിന്നെ മെയിൻ കണ്ടൻറ്റായിട്ട് താങ്കൾ കയറി എന്നുള്ളത് എൻ്റെ കുറ്റമല്ല. ഞാൻ പിന്നെ നിങ്ങളെ വിറ്റ് കാശുണ്ടാക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ വിറ്റുണ്ടാക്കുന്ന പൈസയ്ക്കോ വേണ്ടി കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടുകാർ ഇരിക്കുമല്ല. അപ്പം അതുകൊണ്ട് അത് എന്ന് വെച്ചാൽ യൂട്യൂബിൽ മറ്റേ 400-300 പേര് സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർ പുള്ളിക്കാരെ വിറ്റ് കാശുണ്ടാക്കുന്നു എന്ന് പറയുന്ന ആ ഒരു പ്രസ്താവന കൊണ്ട് മാറ്റി വെക്കണം എൻ്റെ കേസിൽ. പിന്നെ ഫേസ്ബുക്കിൽ വന്ന് കുറയ്ക്കുന്ന ടീമുകളോടാണ് പുള്ളിക്കാരിക്ക് വേണ്ടിയിട്ട്.
നല്ല രീതിയിൽ പുള്ളിക്കാരിയുടെ സ്ഥാപനത്തെ ഇതാക്കി പറയുന്ന ടീമുകളും ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അതിൻ്റെ അതിലൊരു കുറച്ച് ടീമുകളുണ്ട്, നിനക്ക് അത്രയ്ക്ക് കുരു പൊട്ടുന്നുണ്ടെങ്കിൽ നീ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കണം, ഒരു സ്ഥാപനം പൂട്ടിക്കാൻ വേണ്ടി നോക്കുവാണ്, നീ പോയി അവിടെയുള്ള പിള്ളേരുടെ ജോലി പോയി കഴിഞ്ഞാൽ നീ ജോലിക്ക് കൊടുക്കുമോ, നീ എന്തോടെ സ്ഥാപനം തുടങ്ങാൻ പോകണം. ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വന്ന് കിടന്ന് കുരക്കത്തേ ഉള്ളൂ. അതിനുള്ള മറുപടി പറയാനുള്ള തൻ്റെയോടെ എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അത് കൊടുത്ത് ഇന്ന് കമൻറ്റ് ബോക്സിൽ കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഫേസ്ബുക്കിൽ ഞാൻ നല്ല കമൻറ്റിന് റിപ്ലൈ കൊടുത്തിട്ടുമുണ്ട്. പിന്നെ എന്താ പറയുക, എനിക്കൊരു മാന്യത വിട്ടിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് സംസാരിക്കുന്നതിനോട് എനിക്ക് ലേശം ഇതുണ്ട്. കാരണം എനിക്ക് എൻ്റെതായ മാന്യതയുണ്ട്, ഈ വന്ന് കുരയ്ക്കുന്നവർക്ക് അതില്ലല്ലോ. അപ്പം അത് ഞാൻ വേണമെങ്കിൽ അതുകൊണ്ട് മാറ്റി വെച്ചിട്ട് ഞാൻ പറയാനുള്ളത് ഞാൻ അതുപോലെ മോന്തയ്ക്കടിച്ച് ഞാൻ പറയും. അതിന് നല്ല തൻ്റെയുടെ ഉള്ള ടീമാണ് ഞാൻ. എനിക്കങ്ങനെ ആരെയും പേടിച്ചു അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മുട്ട് പറയ്ക്കുന്ന സാധനങ്ങളൊന്നും എനിക്കില്ല. ഞാൻ പറയില്ല, എനിക്ക് ഇപ്പം എന്താ പറയുക, എൻ്റെ അടുക്ക വന്ന് സംസാരിക്കുന്ന പിള്ളേരെ എൻ്റെ അടുക്ക 10,000 പേര് വന്ന് സംസാരിച്ചൊന്നുമല്ലേ പറയാം. 2 പേര് വന്നാൽ ആ 2 പേരുടെ കാര്യം ഞാൻ പറയും. കാരണം ആ പിള്ളേർ അനുഭവിച്ച കാര്യങ്ങളാണ് വന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓഫ് കോഴ്സ് ഞാൻ വന്ന് വീഡിയോ ചെയ്തിടും. ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനമാകുന്നിടം വരെ പിള്ളേരെ കംപ്ലൈൻറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ വിത്ത് പ്രൂഫ് ഞാൻ കാണിക്കുന്നതായിരിക്കും. അതുകൊണ്ട് അച്ഛൻ്റെ കെട്ടിയവനെയും പേടിപ്പിക്കലോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തലോ വല്ലതും ഉണ്ടെങ്കിൽ കയ്യിൽ അങ്ങ് വെച്ചിരുന്നാൽ മതി, നടക്കില്ല. അതിന് പറഞ്ഞാൽ എന്നെ ഭീഷണിപ്പെടുത്തുന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമില്ല. അതിനെയും പറഞ്ഞ് ഇനി അതിൻ്റെ പേരും പറഞ്ഞ് ആരും ചൊറിഞ്ഞോണ്ട് വരണ്ട, എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, അച്ഛനോടും അച്ഛൻ്റെ കെട്ടിയവനോടും പിന്നെ അവർക്ക് വേണ്ടി കുരയ്ക്കുന്ന പട്ടികളോടുമാണ് പറയുന്നത്, എൻ്റെ അടുക്ക് വന്ന് പറഞ്ഞ് വെറുതെ കുരയ്ക്കാൻ നിൽക്കേണ്ട, നല്ലത് മേടിച്ചുകൊണ്ടേ പോകത്തുള്ളൂ. കാരണം എൻ്റെ കയ്യിൽ പ്രൂഫ് ഇല്ലാതെ ഞാൻ വന്നൊരു കാര്യങ്ങളും പറയത്തില്ല. പ്രൂഫ് വേണമെന്ന് പറയുന്ന ടീമുകൾക്ക് പ്രൂഫ് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. മറ്റേ കേസോ കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ കാണിച്ചു കൊടുക്കണമെങ്കിൽ കാണിച്ചു കൊടുക്കും. അല്ലാണ്ട് വന്നിട്ട് നിങ്ങൾ പ്രൂഫ് കാണിക്കുക, വീഡിയോ ഓഡിയോ റെക്കോർഡ് കാണിക്കുക എന്ന് പറഞ്ഞാൽ കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ആവശ്യമുള്ള ക്ലിപ്പുകൾ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. കാരണം അത് അവരുടെ ഒരു പ്രൈവസിയെ മാനിച്ചാണ് ഞാൻ കാണിക്കാതെ. ഇപ്പം തന്നെ ഈ ഞാൻ ചാറ്റ് വായിച്ചതിൻ്റെ അതിൽ ആ കുട്ടി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് പലരുടെയും പേരുകൾ മെൻഷൻ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ഒഴിവാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ, കുരയ്ക്കാൻ വന്നിരുന്ന് കുരയ്ക്കുക, നല്ല തിരിച്ച് മേടിച്ചുകൊണ്ടേ പോകത്തുള്ളൂ.